അത് പണ്ട് എങ്ങനെയാ നടന്നുകൊണ്ടിരുന്നത്? ഇനി അപ്പുറത്തെ കുട്ടി എങ്ങനെ നടക്കുന്നത്? യെസ്, ഇപ്പം അത് കാണിച്ചതിൽ ഒന്നാമത്തത് ഇൻടോയിങ് ഗേറ്റ് അല്ലെങ്കിൽ പീജിയൻ വാക്ക്, രണ്ടാമത്തത് ഔട്ട്ഗോയിങ് ഗേറ്റ് അല്ലെങ്കിൽ ഡക്ക് വാക്ക്. ഇതിലേതാണ് കുഴപ്പം പിടിച്ച നടത്തം? ഉത്തരം രണ്ടും അത്ര ഭയപ്പെടേണ്ടതല്ല. രണ്ടും മിക്കവാറും കേസുകളിൽ ബെനൈൻ സ്വഭാവമുള്ളതും നമ്മുടെ ഗർഭാശയത്തിൽ തുടങ്ങി അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു റൊട്ടേഷണൽ അലൈൻമെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള നടത്തത്തിലുള്ള വ്യതിയാനങ്ങളാണ്. ഒട്ടുമിക്ക കേസുകളിലും ഒരു 8-10 വയസ്സാകുമ്പോഴേക്കും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റുകളൊന്നും എടുക്കാതെ തന്നെ ഇത് ശരിയാകാറുമുണ്ട്. എന്നിരുന്നാലും ഈ രണ്ടെണ്ണത്തിലും വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്നത് ഔട്ട്ഗോയിങ് ഗേറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് കാല് വെച്ച് നടക്കുന്നതിനെ കുറിച്ചാണ്. കാരണം ഇൻടോയിങ് ഗേറ്റിനെ അപേക്ഷിച്ച് ഔട്ട്ഗോയിങ് ഗേറ്റ് അല്ലെങ്കിൽ കാലുകൾ പുറത്തു വെച്ച് നടക്കുന്നതാണ് കൂടുതൽ കാലം പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുള്ളത്. സെർബൽ പാൽസി പോലുള്ള ന്യൂറോമസ്കുലർ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടത്തത്തിലെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഹിപ്പ് ജോയിന്റിലോ ഫൂട്ടിലോ ഉള്ള ഡീഫോമിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടത്തത്തിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ഇങ്ങനെയുള്ള നടത്തം 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുകയോ ഇതുമൂലം അവർ നിരന്തരമായി വീഴുകയോ നടക്കാൻ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഒരു പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജനെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഉത്തമം.